ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ഇപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയെക്കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഇതുപോലൊരു ഫെബ്രുവരി 4 2022 അമ്മ രാത്രി ഒരു 8 മണിയാകുമ്പോൾ അമ്മയെ ICUലേക്ക് കയറ്റുന്നത്. ക്യാൻസർ ആയിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എങ്ങനെ നോക്കിയാലും ക്യാൻസറിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡോക്ടേഴ്സ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ശരീരത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ, അത് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ, വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എടുക്കേണ്ട ചികിത്സകൾ, അതിനുള്ള മരുന്നുകൾ, അങ്ങനെയൊക്കെ എല്ലാം നമുക്ക് കാണാറുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു ആരോഗ്യമുള്ളൊരു ശരീരത്ത് പക്ഷേ ഈ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? അത് ഞാൻ പറയാനുള്ള കാരണം, അമ്മ ആരോഗ്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കതിനെപ്പറ്റി അറിഞ്ഞില്ല. ഈ പറയുന്ന പോലത്തെ ലക്ഷണങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല. പിന്നെ എപ്പോഴെങ്കിലും വരുന്ന ഒരു പനിയൊക്കെയാണ്. ആ പനി സാധാരണ വരുമ്പോൾ നമ്മൾ പോയിട്ട് ഒരു സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയാണോ എന്നുള്ളത് നോക്കുക, അങ്ങനെയല്ലല്ലോ. സാധാരണ ഒരു ഫിസിഷ്യനെ കൊണ്ട് കാണിക്കുന്നു, ആ പനിക്കുള്ള മരുന്ന് കഴിക്കുന്നു, മാറുന്നു. പിന്നെ അത് കുറേ മാസങ്ങൾക്ക് അങ്ങനെ ഇല്ല. അപ്പം പിന്നെ നമ്മളുടെ ഭാഗത്ത് ഇതൊന്നും ചിന്തകൾ വരുന്നില്ല. അങ്ങനെയായിരുന്നു ഇതും. പിന്നെ അമ്മ പറയുന്നത് കുറച്ചും വയറിന് അസ്വസ്ഥത തോന്നുന്നതൊക്കെ പറയാറുണ്ട്, ഗ്യാസിൻ്റെ പ്രോബ്ലം ആണെന്ന്. അപ്പം നമ്മൾ അതിനെയൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട്, അതുപോലെ സ്കാൻ ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ക്ലിയർ ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ വീടിന് മേലെ പച്ചക്കറി തോട്ടം ഉണ്ടായിരുന്നു, അത് ഫുള്ളായിട്ട് അമ്മയാണ് നോക്കുന്നത്. കുഴപ്പമില്ലാത്ത, അതായത് അമ്മയ്ക്കൊരു നേരം പോക്ക്. അപ്പോൾ ഇതിൻ്റെ മേലെയൊക്കെ കയറി ഇറക്കും. അമ്മ 70+ ആണ്, എന്നാലും എല്ലാം കയറി ഇറങ്ങും, എല്ലാം അമ്മ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആരോഗ്യമുള്ള അമ്മയ്ക്ക് നമ്മളൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതായിരുന്നു നമ്മുടെ ധാരണയും, അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ അതുപോലെ ഒരു ജൂൺ മാസത്തിൽ ഒരു ചാറ്റൽ മഴ പെയ്യുന്ന സമയത്ത് അമ്മ ഇതുപോലെ പച്ചക്കറി തോട്ടം നോക്കാനായിട്ട് മേലെ അപ്സ്റ്റെയർ കയറി പോയതാണ്. തിരിച്ചിറങ്ങുമ്പം ഇതുപോലെ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് ഒന്ന് സ്ലിപ്പായി, ഇതുപോലെ അതുപോലെ തന്നെയാണ് അമ്മ ഒന്ന് വീണു. ഇങ്ങനെ ഇരുന്നു, പക്ഷെ ബാക്ക് ആ സ്റ്റെപ്പിൽ അടിച്ചു. ഇതാണ്. കുറച്ച് പേരുണ്ടായിരുന്നു. അന്ന് തന്നെ അപ്പം തന്നെ ഞങ്ങൾ കൊണ്ടുപോയി അമ്മയെ ഓർത്തോ കാണിച്ചു, എക്സ്റേ എടുത്തു, ഒരു കുഴപ്പമില്ല. പക്ഷെ കുറച്ച് ബാക്കിൽ ഇത്തിരി ചതവുണ്ട്. അതിന് ആ ഒരു അമ്മ ഇത്തിരി വണ്ണമുള്ളതുകൊണ്ടും ആ പെയിന് നമുക്ക് കുറയാനായിട്ട് കൈ ഒരു 3 ആഴ്ചത്തേക്ക് ഇങ്ങനെ സ്ലിങ്ങിങ്ങിൽ ഇടണം. പിന്നെ ഓയിൽമെൻറ്റ്, കുറച്ച് മരുന്ന്, ഇത്രയേ ഉള്ളൂ. പക്ഷെ അതിൽ അമ്മയ്ക്ക് ഓക്കെയാണ്. ആ മരുന്ന് ഇതൊക്കെ കൂടി അമ്മയുടെ മാറി, അമ്മ ആക്റ്റീവായി. പക്ഷെ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഈ മേലെ കുറച്ച് പൊങ്ങി വരാൻ തുടങ്ങി. പൊങ്ങി വന്നപ്പം അമ്മ അങ്ങനെ കൈ ഇങ്ങനെ സ്ലിങ്ങിങ്ങിൽ ഇട്ടപ്പം ടൈറ്റായി നിന്നതിൻ്റെയൊക്കെ കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. ഞങ്ങളതിനെ അപ്പം തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങളിതിന് ഐസ് വെച്ച് കഴിഞ്ഞാൽ ഈ പൊങ്ങി വരുന്നത്, അമ്മ ഇത്തിരി വണ്ണം ഉണ്ടല്ലോ, അപ്പോൾ പൊങ്ങി വരുന്നത് കുറഞ്ഞു പോകും എന്ന് പറഞ്ഞു. അപ്പോഴുള്ള പെയിനൊന്നും അങ്ങനെ തോന്നിയില്ല അമ്മയ്ക്ക്. അപ്പോൾ അപ്പോഴുള്ള ആ മരുന്നൊക്കെ തന്നു, അത് വാങ്ങി വന്നു. പിന്നെ ഐസ് വെച്ച് കുറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അതുപോലെ, ഇത് സംഭവം ജൂണിലാണ്. അത് കഴിഞ്ഞ് വീണ്ടും അതുപോലെ പൊങ്ങി വരാൻ തുടങ്ങി. അത് 3ാമത്തെ തവണ അതുപോലെ വന്നപ്പം വീണ്ടും ഫസ്റ്റ് ടൈം സിസ്റ്ററാണ് അമ്മയെ കൊണ്ടുപോയത്. സെക്കൻഡ് ടൈം ഞാനാണ് കൊണ്ടുപോയത്. എൻ്റെ അടുത്താണ് ഡോക്ടർ പറയുന്നത് ഇങ്ങനെ ഐസ് വെച്ചാൽ മതി എന്ന്. അത് കഴിഞ്ഞു. പിന്നെ ഇതുപോലെ കണ്ടപ്പോൾ ഞങ്ങൾ ജൂലൈ ഒക്കെ ആയപ്പം വീണ്ടും ഇതുപോലെ പൊങ്ങി വന്നു. ഞങ്ങളത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് അമ്മ വണ്ണമുള്ളത് കൊണ്ടാണ്, നേർ ശരീരമാണ്, അല്ലാതെ ആ വീഴ്ചയിലൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ വേണമെങ്കിൽ വേറെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ, കാരണം ഒരു ഡോക്ടർ നോക്കി മരുന്നൊക്കെ തന്നു കഴിഞ്ഞത് വീട്ടിൽ കൊണ്ടുവന്ന് ഇവർ പറയുന്ന പോലെ എല്ലാം ചെയ്തു കഴിഞ്ഞാലും വീണ്ടും പൊങ്ങി വരുന്നു. അതാണ് ചോദ്യം. അപ്പോൾ അത് ഡോക്ടറെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഡോക്ടർ നിങ്ങൾ വേറെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുവെക്കും. അത് അപ്പം എനിക്കും ഡോക്ടറിനും തമ്മിൽ ആ ചെറുതായിട്ട്, കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവർക്കത് നിങ്ങൾ വേറെ കൊണ്ടുപോയി നോക്കിക്കോളൂ എന്ന് പറയുമ്പം നമുക്ക് എങ്ങനെയാണ്, നമുക്ക് അമ്മയല്ലേ, അവർക്ക് 100 പേഷ്യൻറ്റിൽ ഒരാൾ, നമുക്ക് അമ്മയല്ലേ, അതിൻ്റേതായ എനിക്കും അങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നെ വേറെ കൊണ്ടുപോയില്ല. അത് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നു അമ്മയെ. അത് ആ ഐസ് വയ്ക്കലും ആ മരുന്ന് ഓയിൽമെൻ്റൊക്കെ വീണ്ടും ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അങ്ങനെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ചെറുതായിട്ട് വീണ്ടും പൊങ്ങുന്ന പോലെ
അതുപോലെ ഇവിടെ ഈ ചെവിയുടെ ഭാഗത്ത് ഈ കവിളിൻ്റെ ഈ സൈഡായിട്ടും ചെറുതായിട്ട് അതുപോലെ ഇങ്ങനെ നീര് പോലെയാണ് ഈ കാണുന്നത്. അപ്പം അമ്മ പറഞ്ഞു ഇത് ഇവിടെ നീര് പോലെ ഇവിടെയും കാണുന്നു എന്ന്. തൊട്ട് നോക്കുമ്പം അതങ്ങനെ ഉണ്ട്. അപ്പം അമ്മ തന്നെ പറഞ്ഞു ഇനി എന്നെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, വേറെ പോകാം. പിന്നെ ഇവിടെ അങ്ങനെ ഉള്ളതുകൊണ്ട് ഇത്തിരി പല്ല് വേദനിക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞു. ഉടനെ ഞങ്ങൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ വേദനയ്ക്കുള്ള മരുന്ന് തരാം, പക്ഷെ അത് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഒരു സർജനെയാണ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞു. അതുകൂടി കേട്ടതോടുകൂടി അമ്മ പറഞ്ഞു ഇനി എന്നെ എവിടെയും കൊണ്ടുപോകണ്ട. എന്നിട്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരു ഡോക്ടർ ഉണ്ട്, അവർ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒന്നും നോക്കണ്ട, അതിന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു. അവിടെ കൊണ്ടുപോയിട്ടൊന്ന് സ്കാൻ ചെയ്തിട്ട് നമുക്ക് സർജനെ ഒന്ന് കാണിക്കാം എന്ന് പറയുന്നു. പിന്നെ ഞങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് സ്കാൻ ചെയ്യുന്നു, സർജനെ കാണിക്കുന്നു, സർജറി ചെയ്യുന്നു, അത് ബയോപ്സിക്ക് വിടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ബയോപ്സിയിൽ ഇതറിഞ്ഞില്ല. അങ്ങനെ ആ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സ്കാനിങ്ങിൻ്റെ ആ റിപ്പോർട്ടിൽ തന്നെ എനിക്ക്, കാരണം ഇത് തുടങ്ങിയിട്ട് എത്രയായി എന്താണെന്നുള്ള കാരണങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഏതാണ്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തു. പിന്നെ അത് കണ്ടപ്പം മെഡിക്കൽ ഇതിനെക്കുറിച്ചും കൂടുതൽ അറിയില്ലെങ്കിലും അതൊക്കെ വെച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം ഏതാണ്ട് ഇതിൻ്റെ ഉറപ്പിച്ചു ഞാൻ. പിന്നെ എല്ലാം ഭയങ്കര വിഷമം. പിന്നെ അത് ബയോപ്സിക്ക് വിട്ടു. അവരൊക്കെ പറഞ്ഞത് ഒന്നും ടെൻഷൻ അടിക്കണം, നമുക്ക് അതിനുള്ള പ്രതിവിധിയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബയോപ്സിക്ക് വിട്ടു. സ്കാൻ ചെയ്തപ്പോൾ അത് ആ ഒരു ഫിലിമിൽ കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മുതൽ ഈ ചെസ്റ്റിൻ്റെ ഈ ആം ഹോൾ ഈ സൈഡ് മുഴുവനും ലെഫ്റ്റ് സൈഡും മുഴുവനും മുന്തിരി ഇല്ലേ, അത് ഈ വള്ളിയിൽ തൂങ്ങിക്കിടക്കുന്ന പോലത്തെ ഒരു മുന്തിരി, ഇതിൽ ഒരു 10 മുന്തിരി തൂങ്ങുന്ന രീതിയിലൊക്കെയാണ് കണ്ടത്. ബയോപ്സി വന്നു. പക്ഷേ അങ്ങനെ കണ്ടെങ്കിലും ബയോപ്സിയിൽ ഫസ്റ്റ് റിസൾട്ട് ചെയ്തതിൽ അമ്മയ്ക്കില്ല. അപ്പോൾ അവിടുന്ന് നമ്മളിവിടെ പ്രൈവറ്റ് ചെയ്തവർ കോയമ്പത്തൂരാണ് ലാബിൽ കൊടുത്തത്. തിരിച്ച് അവർ എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇനിയൊരു, അത് പക്ഷേ കോസ്റ്റ്ലിയാണ്, ഇനിയൊരു ടെസ്റ്റ് കൂടിയുണ്ട്, അതിലൊരു പക്ഷേ അറിയും, പക്ഷേ ഇതിൽ ഇല്ല, അമ്മയ്ക്ക് അസുഖമില്ല, അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് കുറച്ച് എക്സ്പെൻസൊക്കെ ആയി. അപ്പം അത് ട്രീറ്റ്മെൻ്റ് ഒന്നും ആയിട്ടില്ല, അത് കണ്ടുപിടിക്കേണ്ട അതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാനത് ചെയ്യാൻ പറഞ്ഞു. ചെയ്തപ്പം അതിൽ ഉറപ്പാണ് ക്യാൻസർ 4th സ്റ്റേജാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫസ്റ്റ് കാണിച്ച ഡോക്ടറുടെ വീട്ടിൽ അവിടെ പോയി. എന്നിട്ട് പറഞ്ഞപ്പം ആ റിപ്പോർട്ടെല്ലാം കാണിച്ച് അങ്ങനെ ഞങ്ങൾ RCCയിൽ പോകുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ അപ്പോഴേക്കും കുറേ ടെസ്റ്റുകളൊക്കെ നടത്തി. പിന്നെ RCCയിൽ ചേച്ചിമാരാണ് അമ്മയുടെ കൂടെ പോയത്. അവിടെ പോയപ്പോഴും അവർ സ്റ്റാർട്ട് ചെയ്യും, കുറേ ടെസ്റ്റുകൾ അവരുടെ തന്നെ ഉണ്ടാകും. അങ്ങനെ കുറേ ടെസ്റ്റുകളൊക്കെ നടത്തി. അപ്പോൾ അമ്മയ്ക്ക് കീമോ ചെയ്യണമെന്ന്. അമ്മ 70+ ആണെങ്കിലും അമ്മ ആരോഗ്യമൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ കീമോ ചെയ്യണം പറഞ്ഞു. ആ കീമോ ചെയ്യണം പറയുന്ന സമയത്താണ് ഞാനും പാപ്പുമാണ് പിന്നീട് പോകുന്നത്. കാരണം നമ്മൾ ഇവിടെ നിന്ന് പാലക്കാട്ടിൽ നിന്ന് പോയി വരുമായിരുന്നു. അങ്ങനെ പോയി ഞങ്ങളവിടെ താമസിച്ചു. അമ്മയ്ക്ക് കീമോ ചെയ്തു. ആ കീമോ ചെയ്തിട്ട് ഇതുപോലെ ഫെബ്രുവരി 2 അമ്മയ്ക്ക് കീമോ ചെയ്തു. 3-ാം ദിവസത്തെ, അതൊരു 3 ദിവസത്തായിട്ടാണ്, 2 ദിവസം ഇഞ്ചക്ഷൻ, 1 ദിവസം. ഫെബ്രുവരി 2 എന്ന് പറയുന്നത് രാത്രി മുതൽ രാവിലെ വരെയാണ് ആ മരുന്ന്. അവിടെ ഞാൻ കീമോ വാർഡിൽ കണ്ടത് ഈ 6 മാസവും 90 വയസ്സ് വരെയുമുള്ള, ആ മരിക്കാൻ കിടക്കുന്ന വരെയുള്ളവർ, അങ്ങനെ ജെൻഡറൊന്നും ഇല്ലാത്ത അങ്ങനെ ഉള്ളൊരു വാർഡായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പം അത് അമ്മയ്ക്ക് അങ്ങനെ കീമോ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തി. 3-ാം തീയതി രാത്രി ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ട്രെയിനിനാണ് വന്നത്. 3-ാം തീയതി രാത്രി ഞങ്ങളെത്തി. എത്തിക്കഴിഞ്ഞ്, പക്ഷേ ഇത് നമുക്കറിയില്ല, കീമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ലായിരുന്നു. പിന്നെ യൂറിൻ അധികം പോകും, യൂറിൻ പോകുന്നതിനനുസരിച്ച് നമ്മുടെ സോഡിയം ലെവൽ കുറയും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അമ്മയ്ക്ക് ധാരാളം വെള്ളം കൊടുക്കണം, ഇളനീര് കൊടുക്കണം, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സോഡിയം ലെവൽ കുറയുന്നതിൻ്റെ അത്ര അറിയില്ല. അപ്പോൾ ഈ സോഡിയം ലെവൽ കുറയുമ്പോൾ നമ്മൾ ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങ നീര് ഇതൊക്കെ കൊടുക്കണം. പക്ഷെ ഇത് അരമണിക്കൂർ കൂടുമ്പോഴാണ് അളവിൽ കൂടുതൽ ഇങ്ങനെ പോകുന്നത്. അങ്ങനെ 4-ാം തീയതി എന്ന് പറയുമ്പോൾ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും അമ്മ ഫിറ്റ്സ് വന്നു.
ഞങ്ങളങ്ങനെ ഗവൺമെൻറ് ആശുപത്രിയിൽ സകല ഫയലുമായിട്ടാണ്, സകല ഫയലെന്ന് പറഞ്ഞാൽ എല്ലാം RCCയിലാണ് ഉള്ളത്. പക്ഷേ എല്ലാത്തിൻ്റെയും ഞാൻ എന്ത് ചെയ്താലും ഞാനിതിന് ഒരു ഫോട്ടോ എടുത്തിട്ട് എൻ്റെ മൊബൈലിൽ ഒരു ഡ്രൈവിൽ അമ്മയുടെ മെഡിക്കൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയലാക്കിയിട്ട് എല്ലാം സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കയ്യിലുള്ള കുറേ പേപ്പേഴ്സും വെച്ചിട്ട് കീമോ ചാർട്ടെല്ലാം വെച്ചിട്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. അപ്പോൾ അവർ അതിനുള്ള ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് RCCയിൽ കൊണ്ടുപോകണം. കാരണം അമ്മ ഒന്നുമില്ല, ടോട്ടൽ ഒന്നുമില്ല. ആ ഒരു ഫിറ്റ്സ് വന്നതോടുകൂടി അമ്മ അനങ്ങില്ല, അമ്മയ്ക്കൊന്നും അറിയുന്നില്ല. അങ്ങനെയായിരുന്നു. അപ്പോൾ തിരിച്ച് RCCയിൽ കൊണ്ടുപോകണം. അന്ന് രാത്രി അന്ന് 6 മണിക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ ആംബുലൻസിലാണ് പോയി വരുന്നത്. RCC പാലക്കാട്ട് നിന്ന് എത്തി. പിന്നെ അതിൻ്റെ രാത്രി എത്തിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പിറ്റേ ദിവസം വന്ന് നോക്കുക എത്ര ടൈം എടുക്കും. അപ്പം എല്ലാം കൂടെ ടെൻഷൻ. വീട്ടിൽ വന്നിട്ട് ഇത് എന്ത് ചെയ്യാം, നമ്മളിനി പോകാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും അമ്മയ്ക്ക് ഫിറ്റ്സ് വന്നിട്ട് അമ്മ അങ്ങനെ കണ്ണൊക്കെ ഒന്ന് മേലേക്ക് മറിഞ്ഞ് ഒന്നും പറയില്ല. ആ ഒരു ഒറ്റ പെടച്ചിലോടുകൂടി പിന്നെ ബാക്കി എല്ലാം നമ്മൾ പോയി എന്ന് തന്നെ വിചാരിച്ചു. വീണ്ടും നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൻ്റെ ആംബുലൻസ് വരുത്തിച്ച് നമ്മൾ പോയി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു. അന്ന് രാത്രി 8 മണിയാകുമ്പോഴേ 8-8:30 ആകുമ്പോഴത്തേക്കും അമ്മയെ 8 മണിക്കകത്ത് ICUവിലേക്ക് കയറ്റി. അപ്പോൾ ഈ സോഡിയം കുറഞ്ഞതിൻ്റെയാണ്. പിന്നെ ന്യൂറോയാണ് നോക്കിയത്, ന്യൂറോളജിസ്റ്റ്. അങ്ങനെ 22 ദിവസമാണ് ആ ഹോസ്പിറ്റലിൽ കിടന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അമ്മ ഒരു ഫെബ്രുവരി ഫുള്ളായിട്ട് ഹോസ്പിറ്റൽ. പിന്നെ ഞാൻ ജോലിയിൽ നിന്നൊക്കെ കുറച്ച് മാറി നിന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് അമ്മയുടെ കാര്യത്തിനൊക്കെ നോക്കി അമ്മ കുറച്ചൊക്കെ അങ്ങനെ ഓക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ കീമോ നമ്മൾ തിരുവനന്തപുരത്ത് RCCയിൽ വിളിച്ച് മാറ്റി വെക്കാൻ പറഞ്ഞു. മാറ്റി വെച്ചു. പിന്നെ നമ്മൾ അമ്മയും കൊണ്ട് അടുത്ത കീമോയ്ക്ക് ഒരു ഡേറ്റ് കിട്ടിയിട്ട് പോകുന്നത് ആംബുലൻസിലാണ്. അപ്പോൾ അങ്ങനെ അമ്മ സ്ട്രെച്ചറിലായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, എന്നോട് പറഞ്ഞ ഡോക്ടർ, നമ്മൾ 70 വയസ്സ് കഴിഞ്ഞാൽ ഈ കീമോ ഒക്കെ ചെയ്യുന്നത് നോക്കിയിട്ടേ ചെയ്യുള്ളൂ, കാരണം ആരോഗ്യം നോക്കിയിട്ട്. പക്ഷെ അമ്മ ആരോഗ്യം ഉള്ളത് കൊണ്ടാണ് കീമോ ചെയ്തത്. പക്ഷെ ഇതിൻ്റെ മെഡിസിൻ പോയപ്പോൾ അമ്മയ്ക്കത് സെറ്റാവില്ല. ഇനി ഒരു കീമോ ചെയ്ത് കഴിഞ്ഞാൽ കോമയിലേക്ക് പോകും. അതുകൊണ്ട് കീമോ വേണ്ട. ഇപ്പം അമ്മയ്ക്ക് പെയിൻ സ്റ്റാർട്ടായിട്ടില്ല. അതുകൊണ്ട് അമ്മ ഇരിക്കുന്നവരെ അമ്മയായിട്ട് ഇരിക്കട്ടെ, വേദനിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചയച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒരു കീമോ കഴിഞ്ഞ് മെഡിസിൻ കയറിയതുകൊണ്ട് ചിലപ്പം ഇത് പെട്ടെന്ന് തന്നെ ഇത് ക്യാൻസറിൻ്റെ വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താവും, അതിൻ്റെ ഒരു ഭീകരാവസ്ഥ. ഇതുവരെ ജീവിതത്തിൽ വേറൊരു ക്യാൻസർ ബാധിച്ച ആളോ കുടുംബത്തോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പം അമ്മയ്ക്ക് വന്നപ്പോഴാണ് നമ്മൾ ഏറ്റവും അടുത്തറിയുന്നത്. അങ്ങനെ ഇനി എന്ത് ചെയ്യാം? തിരിച്ച് ഞങ്ങൾ വന്നു. കീമോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോൾ ഇനി എന്ത് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആയുർവേദം നോക്കി. ആയുർവേദമൊക്കെ പതുക്കെയല്ലേ ആവുള്ളൂ. കുറേ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ വളരെ സ്ലോ ആയിട്ടേ ആവുള്ളൂ എന്നുള്ളതൊക്കെ അങ്ങനെ അറിഞ്ഞു. പിന്നെ അങ്ങനെ ഹോമിയോ ഞങ്ങൾ കുറേ നോക്കി. ഹോമിയോൻ്റെ കുറേ ഡോക്ടർമാരെടുത്ത് അന്വേഷിച്ചു. അപ്പം അവർ പറഞ്ഞത് മലപ്പുറത്ത് ഇതിനെ നോക്കുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളതിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ ഒരു ഹോമിയോ ഹോസ്പിറ്റൽ മലപ്പുറം വണ്ടൂർ എന്ന സ്ഥലത്ത് അങ്ങനൊരു ഹോസ്പിറ്റലുണ്ട്. ആദ്യമായിട്ടാണ് അതിനെക്കുറിച്ചിട്ടൊക്കെ അറിയുന്നത്. പിന്നെ ഞങ്ങൾ ഗൂഗിളിൽ നിന്ന് തന്നെ നമ്പറൊക്കെ എടുത്തു, അവിടെ ആയിട്ട് അങ്ങനെ സംസാരിച്ചു. അങ്ങനെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. അമ്മയും കൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ട് വണ്ടി എടുത്തിട്ട് അമ്മയും കൊണ്ട് മലപ്പുറത്തേക്ക് പോയി. അവിടെ എല്ലാ ഫയലെന്ന് പറഞ്ഞാൽ ഫയൽ RCCയിലാണ്. അവിടെ പോയിട്ട് എടുക്കാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ മൊബൈലിൽ നമ്മളൊരു ഡ്രൈവിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും ഇട്ട് വെച്ചതുകൊണ്ട് എല്ലാം ഞാൻ അതിൻ്റെ എല്ലാം ഡൗൺലോഡ് ചെയ്ത് ഒരു ഫോട്ടോ കോപ്പിയൊക്കെ എടുത്ത് എല്ലാം ഒരു സെറ്റ് ചെയ്ത് ഒരു ഫയലാക്കി ഞങ്ങൾ കൊണ്ടുപോയി അമ്മയോടെ കൊണ്ടുപോയി കാണിച്ചു. പക്ഷെ ഡോക്ടർമാർ നല്ലപോലെ നോക്കി. എല്ലാം ഇതിന് മാത്രമുള്ളതാണ്, ക്യാൻസറിന് മാത്രം നോക്കുന്നതാണ് ആ ഒരു ഹോസ്പിറ്റലും ഹോമിയോ. അവർ പറഞ്ഞു മാറ്റാം എന്നെല്ലാം പറഞ്ഞിട്ട് എടുത്തു. അമ്മയെ കാണിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കൊണ്ടുവന്നു. ഹോമിയോ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് പനിയുടെ ലക്ഷണം കണ്ടു. പനിയുടെ ലക്ഷണം കണ്ടപ്പോൾ ഞങ്ങൾ വേഗം ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടറാണ് അവരുടെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇന്ന രീതിയിൽ സർജനെ കാണാൻ പറഞ്ഞതല്ല. അപ്പോൾ ആ ഡോക്ടറെ തന്നെ ഞങ്ങൾ കണ്ടപ്പോൾ വീണ്ടും ഗവൺമെൻറ് ആശുപത്രിയിൽ പാലിയേറ്റീവിൽ അങ്ങനെയായി. പാലിയേറ്റീവിൽ അമ്മയെ കയറ്റി പനിയുടെ. അപ്പോൾ അവിടെ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറും
RCCയിൽ നോക്കിയ ഡോക്ടർ അവർ ഒരേ കോളേജ് മേറ്റായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഇന്ന ഡോക്ടർ ഉണ്ട്, അറിയാം, ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് റെഫർ ചെയ്യാം, നിങ്ങൾ നോക്കുകയാണെങ്കിൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് ഈ ഡോക്ടറുടെ സംസാരിക്കും. പിന്നെ ഫയലൊക്കെ കണ്ടപ്പോഴും അവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്ത് പിന്നെ അമ്മയെ പാലക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നോക്കി. പക്ഷെ അതുപോലത്തെ കീമോ ഒന്നും ചെയ്യാൻ പറ്റില്ല, ചെറുതായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഉള്ളൂ, ചെറിയ മെഡിസിൻ. കാരണം ആ ഡോസ് ഇനി അമ്മയ്ക്ക് താങ്ങില്ല എന്നതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ അമ്മ കുറച്ചായിട്ട് വന്നു. ആ വർഷം ഏപ്രിലുള്ള വിഷു കണി ഒരുക്കിയത് അമ്മയാണ്, കൈനീട്ടം തന്നത് അമ്മയാണ്. അങ്ങനെ ഞങ്ങളോടൊപ്പം അമ്മ ആ വർഷം ഫെബ്രുവരിയിൽ ICUയിൽ കയറിയ അമ്മയാണ്. കുറേയൊക്കെ ബെറ്ററായിട്ട് അങ്ങനെ വന്നു. പക്ഷെ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു പനി അങ്ങനെയൊക്കെ കൊണ്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോകും, പാലിയേറ്റീവിൽ പോകും, കുറച്ച് അഡ്മിറ്റ് ആവും, ഓക്കെ ആകും, വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഏപ്രിൽ മെയ് ഒരു ജൂണൊക്കെ ആകുമ്പോഴത്തേക്കാണ് അമ്മയ്ക്ക് ചെറുതായിട്ടൊരു വേദനയൊക്കെ തോന്നി. ഇപ്പം നമ്മൾ ഡോക്ടറെ അടുത്ത് എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും പെയിന് വരുവാണെങ്കിൽ അടുത്തുള്ള ക്ലിനിക്കിൽ ഇത് കൊണ്ടുപോയിട്ട് ആ മരുന്ന് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരൊറ്റ തവണ മാത്രം അമ്മയ്ക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരു ഇഞ്ചക്ഷൻ വെച്ചു. അതാണ് അമ്മയ്ക്ക് കണ്ട ഒരു പെയിൻ. ആ പെയിൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു പെയിനായിരുന്നു അമ്മയ്ക്ക്. പിന്നീട് അമ്മ അങ്ങനെ പെയിൻ ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പനി വരുന്നതും വിറയ്ക്കുന്നതൊക്കെ ആയിരുന്നു. അതിനിടയ്ക്ക് അമ്മയുടെ മുടിയൊക്കെ പോയി, ഞങ്ങൾ കംപ്ലീറ്റ് മുടിയൊക്കെ എടുത്തു. പിന്നെ കാണുന്നത് എല്ലാവർക്കും അറിയാലോ, ഇതൊക്കെ വന്നു കഴിയുമ്പം ശരീരത്തിൽ വരുന്നൊരു മാറ്റം, കുറച്ച് വണ്ണമൊക്കെ വെച്ചൊരു ഫേസൊക്കെ വേറെ രീതിയിലൊക്കെ വന്നു. അങ്ങനെ ഒരു ജൂലൈ മാസത്തിലാണ് അമ്മ ബാത്റൂമിൽ പോകുന്നില്ല, യൂറിൻ പോകുന്നില്ല, പോകാതായപ്പോൾ ഭക്ഷണം കഴിക്കാം, പക്ഷെ രണ്ടല്ല ഒരു ഡേ നൈറ്റ് അമ്മ യൂറിനിൽ പോകുന്നില്ല, കൊണ്ടിരുത്തിയാലും അമ്മ പോകുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മളത് ഡോക്ടറെ വിളിച്ചപ്പോൾ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ആക്കിയപ്പോഴാണ് പറഞ്ഞത് കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നാണ് അമ്മ വണ്ടിയിൽ കയറി ഹോസ്പിറ്റലിൽ പോയത്. അവിടെ പോയപ്പോഴാണ് കുറച്ച് സീരിയസ് ആണ് എന്നുള്ളത് അറിഞ്ഞത്. അന്ന് അഡ്മിറ്റായ 5-ാം ദിവസം ജൂലൈ 13 വൈകിട്ട് 7 മണിയോടുകൂടി അമ്മ ഞങ്ങളെ വിട്ടുപോയി. അപ്പോൾ എത്രയൊക്കെ നമ്മൾ ഈ അവയർനെസ്സും കാര്യങ്ങളും ഇതൊക്കെ ആണ് എന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് 4th സ്റ്റേജിൽ അത്രയുമായിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. എന്നാൽ ഒരു ചെറിയ ഒരു കാര്യങ്ങൾ വന്നാലും നമ്മൾ അമ്മയെ കൊണ്ടുപോകുന്നുണ്ട്, സ്കാനിങ് അതെല്ലാം നോക്കുന്നുണ്ട് എല്ലാം. അപ്പോൾ നമ്മൾ അതിനുള്ള അമ്മയ്ക്ക് എന്നൊരു ഫയലാണ് വെച്ചിട്ടുള്ളത്. എന്തിനാണ് ഒരു ബുക്കാണ്. നമ്മൾ എവിടെ ഡോക്ടറെ അടുത്ത് പോകുകയാണെങ്കിൽ ആ ബുക്കിൽ തന്നെയാണ് എല്ലാം എഴുതിക്കുന്നത്. അങ്ങനെ നമ്മളത് എടുക്കുന്നത്. പിന്നെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ മാറി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മളത് സൂക്ഷിക്കുന്നുണ്ട്, ഒന്നും കളയുന്നില്ല. പക്ഷെ അവിടെ എവിടെയും അതിൻ്റെ ഒരു ലക്ഷണം പറഞ്ഞിട്ടില്ല. എന്നിട്ടും 4ാമത്തെ സ്റ്റേജിൽ, അതായത് ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ് അമ്മയ്ക്കത് അറിഞ്ഞത്. അതുവരത്തേക്കും ഞങ്ങൾക്കും അമ്മയ്ക്കും അതിൻ്റെ വേറൊന്നും ലക്ഷണങ്ങളായിട്ട് കണ്ടില്ല. അപ്പോൾ അമ്മയെ കീമോയിൽ കയറ്റിയ സമയത്ത് അമ്മയോടൊപ്പം 5 പേര്, ഫസ്റ്റ് ഒരു കീമോ മെഡിസിനായിട്ട് കയറ്റുമ്പോൾ 5 പേരെയാണ് വിളിച്ചത്. അമ്മയുടെ പേര് പാർവതി എന്നാണ്, പാറു എന്ന് വിളിക്കും. അപ്പം 5 പേരെ വിളിച്ചതിൽ 5ാമത്തെ പേര് അമ്മയുടെ പേര് വിളിച്ചിട്ട് അവിടുത്തെ സിസ്റ്റർ പറഞ്ഞത് എവിടെ പാറുക്കുട്ടി വരൂ എന്ന് വിളിച്ചപ്പം അതിൽ 4 പേര് കയറിയതിൽ കുഞ്ഞു കുട്ടികളായിരുന്നു. കുഞ്ഞു കുട്ടി എന്ന് പറഞ്ഞാൽ ഒന്നിന് 6 മാസം ഒക്കെ. ഇവർക്കൊക്കെ എപ്പോൾ തുടങ്ങിയതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതാണ് നമ്മൾ എത്ര എന്തൊക്കെയാണെങ്കിലും ഒരു ആരോഗ്യമുള്ള ഒരു ശരീരത്ത് ഈ അസുഖത്തിൻ്റെ ലക്ഷണം എന്നുള്ളത് എനിക്കറിയില്ല എങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് അമ്മയ്ക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് 4th സ്റ്റേജിൽ എല്ലാവർക്കും കൈവിടേണ്ടി വന്നു. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. അപ്പം വീട്ടിൽ ഒരാൾ അമ്മയ്ക്ക് ഇങ്ങനെ കണ്ടപ്പം അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്.